ദൈവജനത്തിൽ വേർപാടും വിശുദ്ധിയും കാണപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ശക്തി, നമ്മളിലുള്ള ശക്തി, ബലഹീനതയുടെ രഹസ്യം എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ നമ്മളിൽ വന്ന് കൂടുന്ന ദുഷ്ടതയും അശുദ്ധിയുമാണ്. നമ്മളിൽ കാലാകാലങ്ങളിലായിട്ട് നമ്മളിലുള്ള ദൈവിക ശക്തിയുടെ ആ ഒരു ബലഹീനത, നമ്മളിലുള്ള ബലഹീനത കൊണ്ടാണ് നമ്മളിലുള്ള ദൈവിക ശക്തി കുറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് ദൈവിക ശക്തിയുടെ ആ ഭക്തി നമുക്ക് വെളിപ്പെടുത്തണമെങ്കിൽ നമ്മളെല്ലാവരും വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. പുതുവർഷത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ അനുഗ്രഹവും ഫലപ്രാപ്തിയും കണ്ടെത്തുവാൻ നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്ത് ദൈവ സാന്നിധ്യത്തിനും ദൈവിക ശക്തിയുടെ വെളിപ്പാടിനും തടസ്സമായി ഒന്നുമില്ല എന്ന് നാം ഉറപ്പാക്കണം. നാലാമതായിട്ട്, ദൈവിക നടത്തിപ്പിൽ ജീവിതം നയിക്കുക. യോശുവ ജനത്തോട് മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രത്യേക നിർദ്ദേശം നൽകുമ്പോൾ യഹോവയുടെ പെട്ടകത്തെ അനുഗമിക്കണമെന്നാണ് ഉപദേശിച്ചത്. അങ്ങനെ നാം ചെയ്താൽ പുറപ്പെടേണ്ട സമയം, യാത്ര ചെയ്യുന്ന വഴി എന്നിവ മനസ്സിലാക്കുവാൻ നമുക്ക് വേണ്ടി സ്വർഗാദി സ്വർഗങ്ങളെ മഹിമകളെ വെടിഞ്ഞ് ഒരു ഹീന മനുഷ്യനെ പോലെ കാൽവരി ക്രൂശിൽ യാഗമാക്കപ്പെടുവാൻ പിതാവിന് പുത്രനിൽ പ്രസാദമായി തീർന്നു. കാരണം നമ്മെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ നേടുവാൻ ദൈവത്തിന്റെ പക്ഷക്കാരാക്കി തീർക്കുവാൻ ആ വലിയവനായ ദൈവം നമ്മെ അനുഗ്രഹിച്ച ആ അനുഗ്രഹത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. ദൈവത്തിൽ നാം പ്രാപിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് നന്ദിയോടുകൂടി 2023 നമ്മളെ വിട്ടുപോകുമ്പോൾ 24ലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് ഓർക്കുവാനുള്ളത് അവിടുന്ന് ഞങ്ങളുടെ രക്ഷക്കാരൻ, നമ്മളോട് കൂടെ കൈക്ക് പിടിച്ചവൻ, യോശുവയെ ബലപ്പെടുത്തിയവൻ നമ്മയും ശക്തീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവിന്റെ വിലയേറിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവർ നല്ല തികവ് പ്രാപിച്ച്, അവർ ഡോക്ടറേറ്റ് പ്രാപിച്ച് നമുക്ക് അഭിമാനമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവരെ ഇടയാക്കി തീർത്തു. അവൻ നിന്നെ വെട്ടക്കാരന്റെ കെണിയിൽ നിന്ന് നാശമായ മഹാമാരിയിൽ നിന്ന് ഒടുവിക്കും. തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ശരംഗതി നീ ശരണം പ്രാപിക്കും. എന്റെ വിശ്വസത പതിലയും ബാലകയുമാവുന്നു. രാത്രിയിലെ ഫലത്തെയും പകൽ പറക്കുന്ന നക്ഷത്രത്തെയും ഏട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന തൽപ്പാനം കാണും. യഹോവേ, നീ എന്റെ സംഗീതമാകുന്നു. നീ അത്യുന്നതൻ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്ന ഒരർത്ഥം എനിക്കുള്ളത് ഭാര്യ നിന്റെ കൂടാരത്തെ അടിക്കുകയില്ല. എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് കൈകളിൽ വഹിച്ചു കൊള്ളും. സിംഹത്തിന്മേലും മണലിന്മേലും നീ ചവിട്ടും. മത്സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. എന്റെ നാമത്തിനാൽ ഞാൻ അവനെ ഉയർത്തും. എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ വിട്ടത് വരുത്തും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും. അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സ് കൊണ്ട് അവൻ എന്നെ ഉയർത്തി വെട്ടും. എന്റെ രക്ഷ കാണിച്ചു കൊടുക്കും. ആമേൻ.